എനിക്ക് എക്സാം എഴുതിയപ്പോൾ തന്നെ തോന്നി മുഴുവൻ പോയി തീർക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ബയോളജി നല്ല പാടായിരുന്നു, കിട്ടത്തില്ലെന്ന് തന്നെ വിചാരിച്ച്. ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ ആവുക. അപ്പോൾ അങ്ങനെ നല്ലോണം സമയവും എടുത്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേന് 2.25 മണിക്കൂറും കണ്ടായി കെമിസ്ട്രി തീർത്തപ്പോഴത്തേനും. പിന്നെ ഫിസിക്സിന് 3/4 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഒരു 15 മിനിറ്റ് എടുത്ത് നോക്കി ഇപ്പം 5-6 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ 4:30 കഴിഞ്ഞപ്പം പിന്നെ എത്ര ക്വസ്റ്റ്യനാ, 40 മിനിറ്റ് കിടക്കുവാ ചെയ്യാൻ. ചെൽസി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇത്രയും റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. ആകെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ടാണ് വന്നേ, ഓർക്കുന്നോ? പക്ഷേ അതൊക്കെ നന്നായി എന്ന് ഓർക്കുക അല്ലേ? അപ്പം നമുക്ക് ഏറ്റവും നല്ല റാങ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് നല്ല റാങ്കാണ്. അതുപോലെ സെക്കൻഡ് റാങ്ക് ഉണ്ട്, തേർഡ് റാങ്ക് ഉണ്ട്, ഫോർത്ത് റാങ്ക് ഉണ്ട്, 5th റാങ്ക് തന്നാലോ? സന്തോഷമാണോ? ഓക്കെ. സാധാരണ നമ്മളുടെ പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ? നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തേ? ഭയങ്കര സങ്കടമായിപ്പോയി, മുഴുവൻ കിട്ടത്തില്ലെന്ന് തന്നെ വിചാരിച്ച്. അല്ല, കഴിഞ്ഞ വർഷത്തെ മാർക്ക് വെച്ചാണ് കിട്ടിയല്ല. കഴിഞ്ഞ വർഷം 652 മാർക്ക് വേണമായിരുന്നു ഏറ്റവും മിനിമം കിട്ടാൻ. അത്രയുള്ള ഒരു കുട്ടി പോലും ഇല്ല. ഞാനത് തന്നെ ക്ലാസ്സിൽ പറയാറുണ്ട്. ബ്രില്യൻറ്റില്ല ഒരാൾക്ക് പോലും കിട്ടാൻ സാധ്യതയില്ല ഒരു മാർക്കാണ്. പക്ഷേ എത്രയും പരീക്ഷ വിഷമമായപ്പോൾ എല്ലാ കുട്ടികൾക്കും മാർക്ക് കുറവാണ്. അപ്പം അതും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയാണിത്. അല്ല, 720 മാർക്ക് കിട്ടുന്ന കുറേ പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് നല്ലതെന്ന് പോലും അറിയാൻ പറ്റിയാൽ. അപ്പം നല്ല പരീക്ഷയായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി, അതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ചെൽസിയുടെ കാര്യം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടല്ലോ, അവർക്ക് എന്താണ് ചെൽസിക്ക് പറയാനുള്ളത്? എന്താണ് അവരോട് പറയാനുള്ളത്? അവരെങ്ങനെ പഠിക്കണം? ഇപ്പോൾ കുട്ടികളെല്ലാം വന്ന് ചേരുന്ന സമയമാണ്. അപ്പം അതുപോലെ ഞങ്ങളുടെ കുട്ടികളുടെ അടുത്ത് നിങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ വിക്ടറി ഡേയുടെയൊക്കെ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വിക്ടറി ഡേയിൽ ഇപ്പോൾ എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ശ്രദ്ധയെ വരും. അതിൻ്റെ അകത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമുക്ക് യോജിക്കാത്തതൊക്കെ ഉണ്ടാവും. ആ യോജിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാൻ? ചെൽസി എങ്ങനെയാണ് സമയം വിനിയോഗിച്ചത്? ഓരോ ദിവസത്തെ പഠിക്കുമോ? അങ്ങനെ ഒന്ന് വിശദമായിട്ട് പറയാം. ഞാൻ വന്നപ്പം ക്ലാസ്സാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ആദ്യമൊക്കെ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ, ഉച്ച കഴിഞ്ഞ് ഫ്രീയാണ്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ എടുക്കുന്നത് പഠിക്കും. അപ്പോൾ തുടക്കത്തിൽ നല്ല ലാഗായിരിക്കും ഇതുമായിട്ട് സെറ്റായി വരാൻ. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ ഉള്ളത് നല്ലതാണ്. പിന്നെ നമുക്ക് നല്ലോണം പഠിച്ച് തുടങ്ങാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പം ഓൺലൈൻ ക്ലാസ്സസോടെ തരും. പിന്നെ അത് ഫുൾ ഡേ ക്ലാസ് ആക്കും. അപ്പോൾ പതിയെ കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ. അപ്പോൾ നല്ലോണം അഡ്ജസ്റ്റ് ആവാനുള്ള ടൈം അവിടെ നിന്ന് കിട്ടും. അപ്പം അത് ഉപയോഗിച്ച് ആദ്യം മെല്ലെ പഠിച്ച് തുടങ്ങിയാൽ മതി. തുടക്കത്തിൽ ഒത്തിരി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, അത് മെയിൻ കാര്യം. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടാന്നൊക്കെ തോന്നും. അപ്പോൾ ആദ്യം പതിയെ പഠിച്ച് തുടങ്ങുക. പിന്നെ നല്ലോണം അവർ തരുന്ന കണ്ടൻറ്റ് അന്ന് തന്നെ പഠിച്ചു പോകാൻ നോക്കുക. പിന്നെ മോഡൽ എക്സാം വരുമ്പം ആണ് എല്ലാം പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ അന്നേരം നല്ലോണം പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയം മോഡൽ എക്സാമിൻ്റെ ടൈമാണ്. തിയറിയാണോ പഠിക്കേണ്ടത്? ഈ വർഷത്തെ പരീക്ഷയുടെ കൂടെ വെച്ച് നോക്കുമ്പോൾ തിയറിയാണോ പഠിക്കുന്നത്? തിയറി അറിയാതെ പറ്റത്തില്ല, തിയറി ഫുള്ള് പഠിക്കാനും പറ്റില്ല. അപ്പം പറ്റുന്നത്രയും പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് പഠിച്ച തിയറിയുടെ ക്വസ്റ്റ്യൻസും കൂടെ അപ്പം തന്നെ ചെയ്ത് നോക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പം മോഡലിൻ്റെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? മോഡലിൻ്റെ സമയത്ത് ആദ്യം യൂണിറ്റ് വൈസ് 2-3 ചാപ്റ്റേഴ്സേ ഒരു സബ്ജക്റ്റിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതിന് നോട്ടും കൂടെ നോക്കും. അപ്പം പിന്നെ മെറ്റീരിയൽസിൽ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻസും പിന്നെ പുതിയതായിട്ട് പറ്റുന്ന അത്രയും ചെയ്യും. ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അന്നേരം ഞാൻ കൂടുതൽ ചെയ്തത്. ഓരോ ചാപ്റ്ററും പഠിച്ച സമയത്ത് നമുക്ക് ഓർമ്മ കിട്ടും. പിന്നെ പുതിയ ട്രിക്കും കിട്ടും. നേരത്തെ ചെയ്ത മെത്തേഡ് അല്ലാതെ പെട്ടെന്ന് ചെയ്യാനും പറ്റും ആ സമയത്ത് ഒന്നുകൂടെ നോക്കുമ്പോൾ. പുതിയൊരു കാര്യം അതാണ്. കാരണം കുറേ ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം കുറേ ചാപ്റ്റേഴ്സ് തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം ഒരു ചാപ്റ്റർ ചെയ്യുന്ന മെത്തേഡ് വേറെ ചാപ്റ്റർ ചെയ്താൽ ചിലപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമാവും. അതെല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ മോഡലിൻ്റെ സമയത്ത് അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും.
പിന്നെ തിയറി ബയോളജി NCERT ഫുള്ള് വായിക്കണം. ഇത്തവണ ഇൻട്രോയിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഉള്ളതാണ്. അപ്പോൾ അത് ബയോളജിയുടെ ഈ ഫോട്ടോ മെമ്മറി വേണം എന്ന് തന്നെയാണ്. അത് ഫുൾ എല്ലാം മീനിങ് അറിഞ്ഞ് തന്നെ പഠിക്കണം. ഇപ്പം ഇംഗ്ലീഷ് പാടാണെങ്കിൽ മലയാളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NCERT ടാബിലുണ്ട് മലയാളം. അപ്പം അത് വെച്ച് നോക്കുമ്പം ഇംഗ്ലീഷ് പാടാണെങ്കിൽ മലയാളം കൂടെ വായിച്ചാൽ നന്നായിരിക്കും. മലയാളത്തിൽ വായിച്ചാലും നമുക്ക് മലയാളത്തിലല്ലേ പരീക്ഷ എഴുതുന്നത്? അല്ല, വായിക്കുന്നതല്ലല്ലോ മനസ്സിലാക്കാൻ. ഞാൻ മറ്റേ ഇൻട്രോയുടെ ക്വസ്റ്റ്യൻ അത് വെച്ചായിരുന്നു. എനിക്ക് ഇൻട്രോ വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല ഇംഗ്ലീഷ്. പിന്നെ മലയാളം വായിച്ച റിഡക്ഷനിസ്റ്റ് ബയോളജിയുടെ ക്വസ്റ്റ്യൻ മലയാളം വായിച്ച എൻ്റെ ഓർമ്മയ്ക്കകത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചിലത് അങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കും. മനസ്സിലാവാതെ നമ്മൾ നോക്കിയതാണല്ലോ എന്ന് ഓർക്കും. അപ്പം ബയോളജി മുഴുവൻ വായിക്കണം, കുറേ തവണ വായിക്കണം, കാണാപ്പാഠം പഠിക്കുന്നതും വരെ വായിക്കണം. അത് തന്നെയാണ് ബയോളജിയുടെ കാര്യവും എല്ലാവരും പറയുന്നത്. പിന്നെ ഇപ്പം ബയോളജി ചുമ്മാ ടെക്സ്റ്റ് അതേ സെൻറ്റൻസ് ഒന്നും അല്ല ഇപ്പം ചോദിക്കുന്നത്. ഇപ്പം ആ ബയോളജിക്കകത്ത് നല്ലോണം തിയറി അറിഞ്ഞ് പഠിക്കണം. അതിൻ്റെ പുറകിലിരിക്കുന്ന ക്വസ്റ്റ്യനും എല്ലാം നോക്കിയാലേ പറ്റത്തുള്ളൂ. ചുമ്മാ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കെമിസ്ട്രി വരുമ്പം രണ്ടും കൂടെ മിക്സാ, ക്വസ്റ്റ്യനും വേണം തിയറിയും വേണം. അപ്പം ഇനോർഗാനിക് തിയറി ടെക്സ്റ്റ് ബുക്ക് NCERT തന്നെ വായിച്ചാൽ മതി. നോട്ട് ഉണ്ടാക്കാനൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, കാരണം എല്ലാ സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ്. അപ്പം കുറേ ബോക്സസ് ഒക്കെ ഉണ്ട്, എല്ലാം വേണം. ഫിസിക്സ് ക്വസ്റ്റ്യൻ, തിയറിയുടെ പുറകെ പോയ ഒരിടത്ത് എത്തൂല, ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അപ്പം ഇത് എല്ലാവർക്കും ബാധകമാണ്. ഈ വർഷം വന്ന പരീക്ഷ പോലെ ചിലപ്പം പരീക്ഷ വിഷമം വരാം, ചിലപ്പോൾ എളുപ്പം വരാം. എളുപ്പം വന്നാലും വിഷമം വന്നാലും തിയറി അറിയാമെങ്കിൽ കുറച്ച് ചെയ്യാൻ പറ്റും. ഞങ്ങളവിടെ ഈ D ബ്ലോക്കിൽ എല്ലാവരെയും കൂടെ നിർത്തി കാഷ് പ്രൈസ് തരുന്നുണ്ടായിരുന്നു. ചില ദിവസം കാഷ് പ്രൈസ് കിട്ടുന്നില്ലായിരുന്നു. അന്നത്തെ വികാരം എന്തായിരുന്നു? അപ്പോൾ സങ്കടം വരുന്നത് നല്ലതാണ് അല്ലേ? ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, എല്ലാവർക്കും ഒരുപോലെ കിട്ടരുത്. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സങ്കടം ഇല്ലാതെ വരും. സങ്കടം ഇല്ലാതെ വന്നാൽ ഉഴപ്പാൻ സാധ്യതയുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പം ഈ ടോപ്പ് വരികയും ബോട്ടം പോവുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ വേണം. എല്ലായ്പ്പോഴും വിജയമല്ലല്ലോ വരുന്നത്. ഈ വർഷം പരീക്ഷ അല്പം വിഷമമായിരുന്നു. അത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെയാണ് വിഷമം വന്നത്. അപ്പം തിരിച്ചു വന്ന സമയത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ പോലും പറ്റിയില്ലായിരുന്നു. കുട്ടികളോട് നമുക്ക് പറയാനില്ല. ഇത്രയും മാർക്ക് കുറഞ്ഞു പോയെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കും വിഷമമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് എക്സാം എഴുതിയപ്പോൾ തന്നെ തോന്നി മുഴുവൻ പോയി, തീർക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ബയോളജി നല്ല പാടായിരുന്നു. ബയോളജി എഴുതിയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ എന്തോ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ക്വസ്റ്റ്യൻ ഒന്നും വന്നേ. അതുകൊണ്ട് ബയോളജി തൊട്ട് എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പം ബയോളജി ആയിരിക്കും പാടെന്ന് ആദ്യം വിചാരിച്ചു. സാധാരണ ഏതെങ്കിലും ഒരു സബ്ജക്റ്റല്ലേ പാടാക്കത്തുള്ളൂ. പക്ഷേ ബയോളജി ബാക്കി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം ബയോളജി ആയിരുന്നു. അപ്പം ഞാൻ കുറേ ഡൗട്ട് വന്നു ഓപ്ഷൻസ് തമ്മിൽ. പിന്നെ അറിയാവുന്ന അത്രയും ചെയ്തു. പിന്നെ കെമിസ്ട്രിയിലോട്ട് കയറിയപ്പോൾ കെമിസ്ട്രി ഭയങ്കര പാട്. കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം കുറച്ച് എനിക്കത് ഭയങ്കര പാടായി തോന്നി. കെമിസ്ട്രി എനിക്ക് അത്ര വശമില്ല. അപ്പം അതും കുറേ ഡൗട്ടായി, ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ ആവുക. അപ്പം അങ്ങനെ നല്ലോണം സമയവും എടുത്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേന് 2.5 മണിക്കൂറും കണ്ടായി കെമിസ്ട്രി തീർത്തപ്പോഴത്തേനും. പിന്നെ ഫിസിക്സിന് 3/4 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഫിസിക്സ് ആയിരുന്നല്ലോ ഏറ്റവും പാട്. അപ്പം ഞാൻ വിചാരിച്ചേ ബയോളജിയും കെമിസ്ട്രി ആയിരിക്കും പാട്, ഫിസിക്സ് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞ് ഫിസിക്സിലോട്ട് കയറിയപ്പോഴത്തേനും അവിടെ ഞാൻ ആദ്യത്തെ പിന്നെ ഒരു 15 മിനിറ്റ് എടുത്ത് നോക്കി ഇപ്പം 5-6 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ 4:30 കഴിഞ്ഞപ്പം പിന്നെ എത്ര ക്വസ്റ്റ്യനാ, 40 മിച്ചം കിടക്കുവാ ചെയ്യാൻ. അപ്പം ഞാൻ ഓർത്തു പിന്നെ കെമിസ്ട്രിയും ബയോളജിയും കുറേ വിട്ടായിരുന്നു, കൺഫ്യൂഷൻ. പിന്നെ ഇതെല്ലാം പോയതല്ലേന്ന് ഓർത്ത് എന്നാന്ന് വെച്ചാൽ വരട്ടെ ഓർത്ത് ക്വസ്റ്റ്യൻ പേപ്പറെ മാർക്ക് ചെയ്ത് എല്ലാത്തിലോട്ട് മാർക്ക് ചെയ്തു. ബയോളജിയും കെമിസ്ട്രി ഒന്നും നോക്കിയില്ല, പിന്നെ കറക്റ്റാണോ ഒന്നും ചെക്ക് ചെയ്തില്ല. എന്നാലും പോയി എന്നാന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നോർത്ത് അത് മുഴുവൻ ചെയ്തു. പിന്നെ എല്ലാം പോയെന്ന് ഓർത്തു. അപ്പം പിന്നെ എന്നാലും 1/2 മണിക്കൂറും കൂടെ കിടപ്പുണ്ട്, ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഫിസിക്സ് ചെയ്യാൻ ഓർത്ത്. പിന്നെ ആ ഒരു വാശിക്കിരുന്ന് കുറേ അങ്ങ് ചെയ്തു. പക്ഷെ കുറേ കിട്ടി. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ കുറേ ചെയ്തു. 30 മിച്ചം ക്വസ്റ്റ്യൻ. എനിക്ക് 1 മിനിറ്റ് ഒന്നും അല്ല, അതിലും കുറവേ ഞാൻ എടുത്തുള്ളൂ. സാധാരണ ഞാൻ ആദ്യം ഫിസിക്സ് കൂടുതലല്ല, ഞാൻ 2 വട്ടം, അതായത് ഒന്ന് മനസ്സിൽ ചെയ്ത് നോക്കും, ജസ്റ്റ് എഴുതിയിട്ട് അത് വെച്ച് റൗണ്ട് ഓഫ് ചെയ്തൊരു ഉത്തരത്തിൽ ഞാൻ എത്തും. അത് കഴിഞ്ഞ് പിന്നെ പേപ്പറിൽ നല്ലോണം എഴുതി കൂട്ടും, ഫുൾ എല്ലാം ചെയ്യും. എനിക്ക് ഫിസിക്സ് അത്ര ടൈം അത്ര പ്രശ്നം വരാറില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. പിന്നെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എഴുതി ചെയ്യാൻ നിന്നില്ല, മനസ്സിൽ
ജസ്റ്റ് എഴുതും, ഇക്വേഷൻ എഴുതും, പിന്നെ ബാക്കിയെല്ലാം റൗണ്ട് ഓഫ് ചെയ്താൽ നമ്മൾ മൈൻഡിൽ ഞാൻ ആദ്യം വിചാരിക്കുന്ന ഒരു ഉത്തരം എത്തും. പേപ്പറേ ചെയ്യാൻ നിന്നില്ല ഫുള്ള്, അത് വെച്ച് കിട്ടുന്നത് ഞാനങ്ങ് ബബിൾ ചെയ്തു, ഒന്നും നോക്കിയില്ല, കറക്റ്റാണ്. പിന്നെ എഴുതി ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ കുറേ മൈൻഡ് കാൽക്കുലേഷൻസ് ആയിരുന്നു. ബാക്കി തന്നെ അതൊക്കെ ശരിയായി. മൈൻഡ് കാൽക്കുലേഷൻ എവിടുന്നാ പഠിച്ചേ? അത് ചെയ്ത് അപ്പം പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരു ഗുണം മനസ്സിലായില്ലേ? അപ്പോൾ സാറിനൊക്കെ അന്ന് ഇവരും കരഞ്ഞോണ്ടാ വന്നേ. എൻ്റെ ഒരു വർഷം പോയത് മുന്നേ വണ്ടിയിലിരുന്ന് അവിടെ തൊട്ട് പാലാ വരെ കരയുമായിരുന്നു. വന്നിട്ട് ഒന്നും കഴിക്കാൻ കഴിയലായിരുന്നു, ആകെ വിഷമായിരുന്നു. അപ്പം ഞങ്ങൾക്കും ഭയങ്കര വിഷമായിരുന്നു. ഇപ്പം എല്ലാ കുട്ടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെയായിരുന്നു. ഒരു കുട്ടിക്കും സന്തോഷമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, എളുപ്പമാണ് എല്ലാവർക്കും എളുപ്പമായിരിക്കും, എളുപ്പം വരുന്നതാണ് വിഷമം. കൂടുതൽ മാർക്ക് എല്ലാവർക്കും കിട്ടുമ്പോൾ ആരെ തിരഞ്ഞെടുക്കും? അപ്പം ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് വിഷമമുണ്ടായി, പേരൻസിന് വിഷമമുണ്ടായാലും ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായി. സാറിന് വന്ന് തന്നെ തോന്നിയേ? ഇപ്പം നല്ലതായിട്ട് തോന്നിയത് ആണ്. നല്ലൊരു സെലക്ഷനെ കിട്ടിയിരിക്കുന്നത്. പരീക്ഷ ഈസി ആയിരുന്നെങ്കിൽ ഈ സെലക്ഷൻ കിട്ടില്ലായിരുന്നു അല്ലേ? കിട്ടിയില്ല എന്ന് പറയാൻ മേല. എല്ലാവരും ഒരേ ലെവൽ കയറി വരുമ്പോഴത്തേന് ഈ ഒരു പ്രയോജനം കിട്ടില്ല. പ്രയോജനം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനൊക്കെ തെറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ഇദ്ദേഹം പറഞ്ഞ ഭയങ്കര നല്ല കാര്യമാണ് മൈൻഡ് കാൽക്കുലേഷൻ. അതിനുള്ള പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ എഴുതുമ്പോഴേ കിട്ടുള്ളൂ, എഴുതുമ്പം തന്നെ കിട്ടും. അപ്പം പരീക്ഷ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ കുട്ടികളോടും പറയാനുള്ള പരീക്ഷ എഴുതണം എന്നുള്ളതല്ലേ? ഓക്കെ, എല്ലാവരും പരീക്ഷകൾ എഴുതി മിടുക്കരാവട്ടെ അല്ലേ? ഓക്കെ. ടീച്ചർ പെരുവന്താന സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. 4 പേരും, അനിയത്തിമാർ 3 പേരും. ചെൽസി ആദ്യം കൊണ്ടുപോയി 8ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. പിന്നെ അടുത്ത ആൾ 8ൽ വന്നപ്പോൾ അവളെ കൊണ്ടുപോയി. ബാക്കിയുള്ളവരെ UP ക്ലാസ്സിൽ തന്നെ അവിടെ തന്നെയാണ്. ഇവിടുന്ന് ബസ്സിന് പോകുമോ അതെയോ എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകും, പിന്നെ സ്കൂൾ ബസ്സിന് പോകും. പോയി. ഓക്കെ, കൊള്ളാം. സാറിൻ്റെ കാര്യം, സാറെന്ത് ചെയ്യുന്നു? ഞാൻ കൃഷിക്കാരനാണ്. കൊള്ളാം. അപ്പം കൃഷിക്കാരനാണെന്ന് പറയുന്ന അഭിമാനത്തോടെ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും. അപ്പം സാറിൻ്റെയൊക്കെ സഹായമാണ് ഇത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എഫർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കുട്ടികളുടെ എഫർട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ആ സഹായവും ഒക്കെ ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. അപ്പം ഏതായാലും നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ചെൽസി എവിടെ ചേരാനാണ് ഉദ്ദേശിക്കുന്നത്? തീരുമാനമായില്ല. നമുക്ക് എവിടെ കിട്ടിയാലും നമ്മൾ ചെയ്യുന്നതിലാണ് വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ എവിടെ കിട്ടിയാലും മിടുക്കിയായിട്ട് വരിക. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.